കൊച്ചി മേയർ പദവി കപ്പിനും ചുണ്ടിനുമിടയിൽ ദീപ്തി മേരി വർഗീസിന് നഷ്ടമായിരിക്കുകയാണ്. 16-ാം വയസ്സിൽ കോൺഗ്രസിൽ അംഗത്വമെടുത്ത നേതാവാണ് ദീപ്തി വർഗീസ്. നിലവിൽ KPCC ജനറൽ സെക്രട്ടറിമാരിൽ ഒരാൾ. അതുകൊണ്ട് തന്നെ മേയർ സ്ഥാനത്തേക്ക് എന്തുകൊണ്ടും ദീപ്തിക്ക് അർഹതയുണ്ടായിരുന്നു. എന്നാൽ ഇവിടെ തിരിച്ചടിയായത് സാമുദായിക സമവാക്യങ്ങളാണ്. സംഘടനാ തലത്തിൽ മഹിളാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി, യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി, AICC അംഗം എന്നീ പദവികൾ വഹിക്കുകയും ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറി പദവിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ദീപ്തിക്ക് താഴെയാണ് നിയുക്ത മേയറായ മിനിമോൾ അടക്കമുള്ള മറ്റ് വനിതാ നേതാക്കന്മാർ. സംഘടനാ പ്രവർത്തനത്തിൽ കോൺഗ്രസിന്റെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ നൽകിയ ഉത്തരവാദിത്തങ്ങൾ, പ്രത്യേകിച്ചും രാഹുൽ ഗാന്ധിയുടെ താൽപര്യപ്രകാരം യുവജനങ്ങളെയും സ്ത്രീകളെയും പൊതുധാരയിൽ വരുത്താനുള്ള ശ്രമങ്ങളിൽ വലിയ പങ്ക് വഹിക്കാൻ ദീപ്തിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ടും കൊച്ചി കോർപ്പറേഷൻ മേയർ പദവിയിൽ ദീപ്തിക്ക് അയോഗ്യത കൽപ്പിച്ചത് എന്തിനെന്ന് വ്യക്തമല്ല. എന്തായാലും മേയറിനും അപ്പുറമുള്ള പദവിയാണ് ഇനി ദീപ്തിക്കായി കോൺഗ്രസ് കാത്തുവെച്ചിരിക്കുന്നതെന്ന് പറയാൻ സാധിക്കും. കെ ബാബു സ്ഥാനമൊഴിയുന്ന തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ ദീപ്തിയുടെ പേരുമുണ്ട്. ഇവിടെയും വിലങ്ങുതടിയാകാൻ സാധ്യതയുള്ളത് സാമുദായിക സമവാക്യമാണ്. ഹിന്ദുമതത്തിൽ നിന്നുള്ളവർക്ക് സീറ്റ് എന്നതാണ് തൃപ്പൂണിത്തുറയുടെ രീതി. അതുമാത്രമാണ് ഇവിടെ ദീപ്തിക്ക് വിലങ്ങുതടിയായി നിൽക്കുന്ന ഘടകം. അത് മാറ്റി നിർത്തിയാൽ എന്തുകൊണ്ടും ദീപ്തി തൃപ്പൂണിത്തുറയിൽ മികച്ച ചോയ്സ് തന്നെയാണെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. 3.5 പതിറ്റാണ്ടിന് ശേഷമാണ് കെ ബാബു എന്ന ഓപ്ഷൻ കോൺഗ്രസ് മാറ്റി നിർത്തുന്നത്. സിനിമാ നടൻ രമേശ് പിഷാരടിയുടെ പേരാണ് തൃപ്പൂണിത്തുറയിൽ ആദ്യം ഉയർന്നു കേട്ടത്. ഇതിനോട് നടൻ പ്രതികരിച്ചിട്ടില്ല. മുൻ കൊച്ചി മേയർ സൗമിനി ജെയിനെയും അവിടെ പരിഗണിക്കുന്നുണ്ട്. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ ചർച്ചകളിൽ ദീപ്തിയുടെ പേരും ഉയർന്നു കേൾക്കുന്നത്. പാർട്ടി പ്രവർത്തനങ്ങളുമായി എറണാകുളം ജില്ലയിൽ സജീവമായി നിൽക്കുന്ന പേരാണ് ദീപ്തിയുടേത്. തൃപ്പൂണിത്തുറയിലെ വോട്ടർമാർക്ക് സുപരിചിത കൂടിയാണ് ദീപ്തി. അതുകൊണ്ട് വിജയ സാധ്യതകൾ ദീപ്തിക്ക് അനുകൂലമാണ്. നേരത്തെ തൃക്കാക്കരയിൽ മത്സരിക്കണമെന്ന ആവശ്യമാണ് ദീപ്തി മുന്നോട്ട് വെച്ചത്. നിലവിൽ തൃക്കാക്കര MLA ഉമാ തോമസ് ആണ്. ശാരീരികമായി ഏറെ അവശതകൾ ഉണ്ടെന്നിരിക്കെ അടുത്ത ടേമിൽ ഉമാ തോമസ് മത്സരിക്കാനുള്ള സാധ്യതകൾ കുറവാണ് എന്നതാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിലാണ് ഉമയ്ക്ക് പകരം ദീപ്തിക്ക് തൃക്കാക്കരയിൽ മത്സരിക്കാനുള്ള അവസരം കോൺഗ്രസ് ഒരുക്കിയത്. ജയിക്കുകയാണെങ്കിൽ UDF മന്ത്രിസഭയിൽ മന്ത്രി കസേര പോലും ദീപ്തിക്ക് മുന്നിൽ ഒരുങ്ങിയേക്കാം. തൃക്കാക്കര UDFന്റെ ഉരുക്കുകോട്ടയാണ്. കൈപ്പത്തി ചിഹ്നത്തിൽ ആര് മത്സരിച്ചാലും പാട്ടും പാടി ജയിക്കാൻ സാധിക്കുന്ന മണ്ഡലമാണ് തൃക്കാക്കര. അവിടെ ദീപ്തിയെ പോലുള്ള ഒരു നേതാവ് വന്നാൽ ഉറപ്പായും ജനം സ്വീകരിക്കും. PT തോമസ് അന്തരിച്ചതിനെ തുടർന്ന് പിന്നാലെ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉയർന്നു കേട്ട പേരാണ് ദീപ്തിയുടേത്. ഉമാ തോമസ് മത്സരിക്കാനില്ല എന്ന നിലപാടിലാണ് നിന്നത്. പിന്നീട് തലമുതിർന്ന നേതാക്കന്മാർ ഇടപെട്ടതോടെയാണ് അന്ന് ഉമാ തോമസ് തൃക്കാക്കരയിൽ ജനവിധി തേടാൻ തയ്യാറായത്. അവിടെയും മാറ്റി നിർത്തപ്പെട്ട ദീപ്തി പിന്നീട് കൊച്ചിൻ കോർപ്പറേഷനിൽ ജനവിധി തേടുകയായിരുന്നു. LDFന് ഏറെ സ്വാധീനമുള്ള ഡിവിഷനിൽ നിന്ന് വലിയ വിജയം നേടിയ ദീപ്തി മേയറാകുമെന്നാണ് ഏവരും പ്രതീക്ഷിച്ചത്. എന്നാൽ സംഭവിച്ചത് മറ്റൊന്നാണ്. ദീപ്തിയെ മാറ്റി പകരം VK മിനിമോൾ അവിടെ മേയറായി. ഇതോടെയാണ് മറ്റൊരു വലിയ പദവി ദീപ്തിക്കായി കാത്തിരിക്കുന്നത്.